എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 ഫെബ്രുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമാണ്. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ പുതിയതായി നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന സർക്കാർ പുതിയതായി നിർമ്മിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഡോക്ടർ വി പി ജോയ്. ഡോക്ടർ വി പി ജോയ് ആണ് കേരള സംസ്ഥാന സർക്കാർ പുതിയതായി നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ്? പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ്? ആൻസർ 40 വയസ്സ്. 40 വയസ്സാണ് പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി. കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാണ്? ആൻസർ 2024 ജൂൺ 24. 2024 ജൂൺ 24 കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. ആൻസർ ആലിൻ ഷെറിൻ. ആലിൻ ഷെറിനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആൻസർ തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനാണ് 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തത്. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആൻസർ KS രതീഷ്. KS രതീഷിനാണ് 2026 കേരള കാളിദാസ കേരളവർമ്മ പുരസ്കാരം ലഭിച്ചത്. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. ഇതാണ് 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ യുണൈറ്റഡ് ബൈ യൂണിക്. യുണൈറ്റഡ് ബൈ യൂണിക് എന്നതാണ് 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. കേന്ദ്ര ബഡ്ജറ്റിൽ കടലാമകളുടെ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസം വികസനത്തിനുമായി തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? കേന്ദ്ര ബഡ്ജറ്റിൽ കടലാമകളുടെ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസം വികസനത്തിനുമായി തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ കേരളം, കർണാടക, ഒഡീഷ. കേരളം, കർണാടക, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കടലാമകളുടെ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസത്തിന്റെ വികസനത്തിനുമായി തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആൻസർ കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന 500 മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അറിയപ്പെടുന്നത്? കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന 500 മെഗാവാട്ട്
സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അറിയപ്പെടുന്നത്? ആൻസർ ബേസിൻ. ബേസിൻ എന്നാണ് കേരളത്തിലെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന 500 മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അറിയപ്പെടുന്നത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. കേരളമാണ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം. രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ മധുര. ഉത്തർപ്രദേശിലെ മധുരയിലാണ് രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത്. 3ാമത് അന്താരാഷ്ട്ര ഊർജ്ജമേള നടക്കുന്നത് എവിടെയാണ്? 3ാമത് അന്താരാഷ്ട്ര ഊർജ്ജമേള നടക്കുന്നത് എവിടെയാണ്? ആൻസർ കൊച്ചി. കൊച്ചിയിലാണ് 3ാമത് അന്താരാഷ്ട്ര ഊർജ്ജമേള നടക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയുന്നതിനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയുന്നതിനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ. ആൻസർ 104. 104 ആണ് കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയുന്നതിനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകർക്കായി നടപ്പിലാക്കുന്ന പുതിയ ക്യാമ്പയിൻ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകർക്കായി നടപ്പിലാക്കുന്ന പുതിയ ക്യാമ്പയിൻ. ആൻസർ ജീവനം ക്യാമ്പയിൻ. ജീവനം ക്യാമ്പയിനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകർക്കായി നടപ്പിലാക്കുന്ന പുതിയ ക്യാമ്പയിൻ. വനിതാ പ്രീമിയർ ലീഗിൽ അമ്പയർ ആകുന്ന ആദ്യ മലയാളി ആരാണ്? വനിതാ പ്രീമിയർ ലീഗിൽ അമ്പയർ ആകുന്ന ആദ്യ മലയാളി. ആൻസർ ടോണി ഇമ്മട്ടി. ടോണി ഇമ്മട്ടിയാണ് വനിതാ പ്രീമിയർ ലീഗിൽ അമ്പയർ ആകുന്ന ആദ്യ മലയാളി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത്. ഭക്തർക്ക് വരി നിൽക്കുന്നത് ഒഴിവാക്കുവാനും സുരക്ഷ ഉറപ്പാക്കുവാനുമായി ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ക്ഷേത്രം. ആൻസർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഭക്തർക്ക് വരി നിൽക്കുന്നത് ഒഴിവാക്കുവാനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ഏതാണ്? ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ഏതാണ്? ആൻസർ ആർട്ടമിസ്. ആർട്ടമിസ് ആണ് ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും ആരംഭിക്കുന്ന വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും ആരംഭിക്കുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സിയാലാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും ആരംഭിക്കുന്ന വിമാനത്താവളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്കൂൾ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്കൂൾ ഏതാണ്? ആൻസർ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്കൂൾ. കൃത്രിമ ബുദ്ധി മേഖലയിലെ വികസനത്തിനായി കേരള സർക്കാർ പുതുതായി രൂപീകരിക്കുന്ന മിഷനുകൾ ഏതൊക്കെയാണ്? കൃത്രിമ ബുദ്ധി മേഖലയിലെ വികസനത്തിനായി കേരള സർക്കാർ പുതുതായി രൂപീകരിക്കുന്ന മിഷനുകൾ ഏതൊക്കെയാണ്?
ആൻസർ കേരള AI മിഷൻ, കേരള സെമി കണ്ടക്ടർ മിഷൻ, കേരള ഫ്യൂച്ചർ ടെക് മിഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ. ഏതൊക്കെയാണ്? കേരള AI മിഷൻ, കേരള സെമി കണ്ടക്ടർ മിഷൻ, കേരള ഫ്യൂച്ചർ ടെക് മിഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ എന്നിവയാണ്. പരീക്ഷാകാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ. പരീക്ഷാകാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്? ആൻസർ ചിരി, ഹോപ്പ്. ചിരി, ഹോപ്പ് എന്നീ പദ്ധതികളാണ് പരീക്ഷാകാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നാണ്? ആൻസർ 2026 ഫെബ്രുവരി 12. 2026 ഫെബ്രുവരി 12-നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ സ്ത്രീ സുരക്ഷാ പദ്ധതി. സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. വേൾഡ് മലയാളി കൗൺസിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആഗോള സംഗമത്തിൻ്റെ പേര് എന്താണ്? വേൾഡ് മലയാളി കൗൺസിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് നൽകുന്നതിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആഗോള സംഗമത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ആർദ്രം 2026. ആർദ്രം 2026 വേൾഡ് മലയാളി കൗൺസിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആഗോള സംഗമത്തിൻ്റെ പേര്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലഭിച്ച 4ാമത്തെ സ്പീക്കർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലഭിച്ച 4ാമത്തെ സ്പീക്കർ ആരാണ്? ആൻസർ ഓം ബിർള. ഓം ബിർളയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലഭിച്ച 4ാമത്തെ സ്പീക്കർ. 2028 ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2028 ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ UAE. UAE ആണ് 2028 ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഇന്ത്യൻ ദർശനം ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഇന്ത്യൻ ദർശനം ഏതാണ്? ആൻസർ മാനവ്. മാനവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഇന്ത്യൻ ദർശനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമായ പിനാക വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമായ പിനാക വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ആൻസർ ഫ്രാൻസ്. ഫ്രാൻസ് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമായ പിനാക വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച യൂറോപ്യൻ രാജ്യം. 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. 2026 ICC പുരുഷ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? 2026 ICC പുരുഷ T20 ലോകകപ്പിന് വേദിയാവുന്ന രാജ്യങ്ങൾ ഏതെല്ലാം?
ആൻസർ ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചാണ് 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് നടക്കുന്നത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് എന്താണ്? ആൻസർ ഭാരത് ടാക്സി. ഭാരത് ടാക്സിയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര്. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേര് എന്താണ്? വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേര് എന്താണ്? ആൻസർ പരീക്ഷാ പേ ചർച്ച. പരീക്ഷാ പേ ചർച്ചയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേര്. 2023-24 വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായ GV രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്? 2023-24 വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായ GV രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്? പുരുഷ വിഭാഗത്തിൽ മുഹമ്മദ് അജ്മലും വനിതാ വിഭാഗത്തിൽ ആൻസി സോജനും. പുരുഷ വിഭാഗത്തിൽ മുഹമ്മദ് അജ്മലും വനിതാ വിഭാഗത്തിൽ ആൻസി സോജനും എന്നിവരാണ്. അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി ആരാണ്? അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി ആരാണ്? ആൻസർ സുനിൽ കണ്ടല്ലൂർ. സുനിൽ കണ്ടല്ലൂരാണ് അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ആൻസർ ഉയരെ. ഉയരെയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. 2026 വനിതാ എമർജിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏതാണ്? 2026 വനിതാ എമർജിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏതാണ്? ആൻസർ ഇന്ത്യ എ. ഇന്ത്യ എ ടീമാണ് 2026 വനിതാ എമർജിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ വെബ് പോർട്ടലിൻ്റെ പേര്. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെയും വെബ് പോർട്ടലിൻ്റെയും പേര് എന്താണ്? ആൻസർ നമ്മുടെ കേരളം. നമ്മുടെ കേരളമാണ് വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെയും വെബ് പോർട്ടലിൻ്റെയും പേര്. പ്രശസ്ത ഗായകൻ KJ യേശുദാസിൻ്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച നഗരസഭ. പ്രശസ്ത ഗായകൻ KJ യേശുദാസിൻ്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച നഗരസഭ ഏതാണ്? ആൻസർ കൊച്ചി നഗരസഭ. കൊച്ചി നഗരസഭയാണ് പ്രശസ്ത ഗായകൻ KJ യേശുദാസിൻ്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച നഗരസഭ. 2024 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ മമ്മൂട്ടി. മമ്മൂട്ടിയാണ് 2024 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? ആൻസർ കിഷ്കിന്ധ കാണ്ഡം. കിഷ്കിന്ധ കാണ്ഡമാണ് 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ. 79ാമത് ബാഫ്ത അവാർഡിൽ മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണ്? 79ാമത് ബാഫ്ത അവാർഡിൽ മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണ്? ആൻസർ ബൂങ്. ബൂങ്ങാണ്
79ാമത് ബാഫ്ത അവാർഡിൽ മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം. വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതി ഏതാണ്? വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഡൽഹി ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതി ഏതാണ്? ആൻസർ ഇ ബൈക്ക് ദീദി. ഇ ബൈക്ക് ദീദിയാണ് ഡൽഹിയിൽ ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതി. ICMR, ഇന്ത്യൻ ഡയബറ്റീസ് എന്നിവയുടെ പഠനപ്രകാരം കുടവയറുള്ളവരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ICMR, ഇന്ത്യൻ ഡയബറ്റീസ് എന്നിവയുടെ പഠനപ്രകാരം കുടവയർ ഉള്ളവരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. കേരളമാണ് കുടവയറുള്ളവരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടിന്റെ പേര് എന്താണ്? കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടിന്റെ പേര് എന്താണ്? ആൻസർ ഇന്ദ്ര. ഇന്ദ്രയാണ് കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ട്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ എവിടെയാണ് നിലവിൽ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ എവിടെയാണ് നിലവിൽ വരുന്നത്? ആൻസർ മലപ്പുറം ജില്ലയിലെ വാളാംതോട്. മലപ്പുറം ജില്ലയിലെ വാളാംതോടിലാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി ഏതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി ഏതാണ്? ആൻസർ കിൽ. കില്ലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച 5-ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച 5-ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിൻ്റെ പേര് എന്താണ്? ആൻസർ സുഖോയ് 57. സുഖോയ് 57 ആണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച 5-ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം. സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറിലേക്ക് അനുവാദമില്ലാതെ സന്ദേശങ്ങൾ അയക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച കോടതി ഏതാണ്? സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറിലേക്ക് അനുവാദമില്ലാതെ സന്ദേശങ്ങൾ അയക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറിലേക്ക് അനുവാദമില്ലാതെ സന്ദേശങ്ങൾ അയക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച കോടതി. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? ആൻസർ ഫോർസൈറ്റ്. ഫോർസൈറ്റ് ആണ് കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഗോവൻ മാതൃകയിൽ കശുവണ്ടിപ്പഴത്തിൽ നിന്നും കേരളം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ ബ്രാൻഡ് പേരെന്ത്? ഗോവൻ മാതൃകയിൽ കശുവണ്ടിപ്പഴത്തിൽ നിന്നും കേരളം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ ബ്രാൻഡ് പേര് എന്താണ്? ആൻസർ കെ ഫെനി. കെ ഫെനിയാണ് ഗോവയുടെ മാതൃകയിൽ കശുവണ്ടിപ്പഴത്തിൽ നിന്നും കേരളം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ ബ്രാൻഡ് നെയിം. രാജ്യത്ത് തന്നെ ആദ്യമായി പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം ലിഥിയം ബാറ്ററികളിൽ സംഭരിച്ച് രാത്രികാലങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് KSEBിക്ക് വിൽക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് തന്നെ ആദ്യമായി പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം ലിഥിയം ബാറ്ററികളിൽ സംഭരിച്ച് രാത്രികാലങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് KSEBിക്ക് വിൽക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ്
ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത്? അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആന്റി സബ്മറൈൻ വാർഫയർ ശേഷിയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? ആൻസർ INS അഞ്ജദീപ്. INS അഞ്ജദീപ് ആണ് അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ക്രൂ മോഡ്യൂളിന്റെ സംരക്ഷിതമായ തിരിച്ചിറക്കത്തിന് സഹായിക്കുന്ന ദ്രോഗ് പാരച്യൂട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ISROയുടെ കേന്ദ്രം ഏതാണ്? ആൻസർ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ക്രൂ മോഡ്യൂളിന്റെ സുരക്ഷിതമായ തിരിച്ചിറക്കത്തിന് സഹായിക്കുന്ന ദ്രോഗ് പാരച്യൂട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ISRO കേന്ദ്രം. ഇന്ത്യയിൽ ആദ്യമായി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വിമാനത്താവള മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വിമാനത്താവള മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? ആൻസർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026ന്റെ വേദി എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026ന്റെ വേദി എവിടെയാണ്? ആൻസർ വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026ന്റെ വേദി. ഡൽഹി മീററ്റ് റീജിയണിൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഇടനാഴിക്ക് പ്രധാനമന്ത്രി നൽകിയ പേര് എന്താണ്? ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഇടനാഴിക്ക് പ്രധാനമന്ത്രി നൽകിയ പേര് എന്താണ്? ആൻസർ നമോ ഭാരത്. രാഷ്ട്രപതി ഭവനിൽ എഡ്വിൻ ലുട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരമായി ആരുടെ പ്രതിമയാണ് പുതുതായി അനാച്ഛാദനം ചെയ്തത്? രാഷ്ട്രപതി ഭവനിൽ എഡ്വിൻ ലുട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരമായി ആരുടെ പ്രതിമയാണ് പുതുതായി അനാച്ഛാദനം ചെയ്തത്? ആൻസർ C രാജഗോപാലാചാരി. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? ആൻസർ ഭാരത് മണ്ഡപം ന്യൂഡൽഹി. ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചാണ് 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല ഏതാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല ഏതാണ്? ആൻസർ അമേരിക്ക ഇന്ത്യ കണക്ട്. അമേരിക്ക ഇന്ത്യ കണക്റ്റ് ആണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല. ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും സഹായം നൽകുന്നതിനായി 2026 ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും സഹായം നൽകുന്നതിനായി 2026 ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സംരംഭം. മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സംരംഭമാണ് ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും സഹായം നൽകുന്നതിനായി 2026 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1-ാം ക്ലാസ് പ്രവേശനത്തിന് കേന്ദ്രം നിർദ്ദേശിച്ച പ്രായം എത്രയാണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1-ാം ക്ലാസ് പ്രവേശനത്തിന് കേന്ദ്രം നിർദ്ദേശിച്ച പ്രായം എത്രയാണ്? ആൻസർ 6 വയസ്സ്. 6 വയസ്സാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1-ാം ക്ലാസ് പ്രവേശനത്തിന് കേന്ദ്രം നിർദ്ദേശിച്ച പ്രായം. മൗണ്ട് കിളിമാഞ്ചാരോ ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? മൗണ്ട് കിളിമാഞ്ചാരോ ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ജ്യോതി ശർമ്മ. ജ്യോതി ശർമ്മയാണ് മൗണ്ട് കിളിമാഞ്ചാരോ ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത.
സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരം ഏതാണ്? സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരം ഏതാണ്? ആൻസർ സേവാ തീർത്ത്. സേവാ തീർത്താണ് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരം. സംസ്ഥാനത്തെ തരിശുഭൂമി കൃഷിയിടം ആക്കാൻ കൃഷിവകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ തരിശുഭൂമി കൃഷിയിടമാക്കാൻ കൃഷിവകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ നവോത്ഥാൻ. നവോത്ഥാനാണ് സംസ്ഥാനത്തെ തരിശുഭൂമി കൃഷിയിടമാക്കാൻ കൃഷിവകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനം. ആരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്. ആരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? ആൻസർ സ്നേഹിത. സ്നേഹിതയാണ് ആരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക്. 2026 അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം ഏതാണ്? 2026 അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം. ആൻസർ കൊച്ചി. കൊച്ചിയാണ് 2026 അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം.